വിശുദ്ധ തിയോഡോസിയൂസ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ മകനെ ദൈവത്തിനു വേണ്ടി ബലി കൊടുക്കുവാൻ തയ്യാറായ പൂർവ്വപിതാവായ അബ്രാഹിമിൻ്റെ ജീവിത മാതൃകയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ദൈവത്തിനായി തൻ്റെ ജന്മദേശമായ കപ്പാഡോസിയ ഉപേക്ഷിച്ച് ജെറുസലേമിലേക്ക് തീർത്ഥയാത്ര നടത്തിയ ആളാണ് വിശുദ്ധ തിയോഡോസിയൂസ്. അവിടെ അദ്ദേഹം ലോഞ്ചിനോസ് എന്ന ദിവ്യമനുഷ്യനെ തൻ്റെ വഴികാട്ടിയായി തിരഞ്ഞെടുത്തു. അദ്ദേഹം തിയോഡോസിയൂസിനെ ബെത്ലഹേമിന് സമീപമുള്ള ഒരു ദൈവാലയത്തിൻ്റെ മേൽനോട്ടക്കാരനായി നിയമിച്ചു. എന്നാൽ തിയോഡോസിയൂസ് അവിടെ അധികകാലം തങ്ങിയില്ല. അദ്ദേഹം സമീപമുള്ള പർവ്വതത്തിലെ ഒരു ഗുഹയിൽ തൻ്റെ വാസം ഉറപ്പിച്ചു. അദ്ദേഹം തൻ്റെ വിശുദ്ധി നിമിത്തം പരക്കെ അറിയപ്പെടുകയും ഇദ്ദേഹത്തിന് കീഴിൽ ധാരാളം പേർ ദൈവത്തിനായി തങ്ങളുടെ ജീവിതം ഒഴിഞ്ഞുവെച്ചുകൊണ്ട് സന്യാസ ജീവിതം ആരംഭിക്കുകയും ചെയ്തു. കാത്തിസ്മസ് എന്ന സ്ഥലത്ത് ഇദ്ദേഹം ഒരു ആശ്രമം പണികഴിപ്പിച്ചു. കൂടാതെ രോഗികൾക്കും പ്രായമേറിയവർക്കും മാനസിക രോഗികൾക്കുമായി 3 ആശുപത്രികളും ഈ വിശുദ്ധൻ സ്ഥാപിച്ചു. ക്രിസ്തുവിൻ്റെ ഏകഭാവം എന്ന വിശ്വാസ രീതിയായ യൂട്ടിക്കൻ വിശ്വാസരീതി സ്വീകരിക്കാത്ത ക്രിസ്ത്യാനികളെ അനസ്താസിയൂസ് ചക്രവർത്തി അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് വിശുദ്ധ തിയോഡോസിയൂസ് പലസ്തീനയിലുടനീളം യാഥാസ്ഥിതിക ക്രിസ്തീയ വിശ്വാസ രീതി പ്രചരിപ്പിച്ചു. ജെറുസലേമിലെ പ്രസംഗപീഠത്തിൽ വെച്ച് വരെ വിശുദ്ധൻ 4 പൊതുസമിതികളെയും 4 സുവിശേഷങ്ങളായി സ്വീകരിക്കാത്തവൻ ആരോ അവൻ ശപിക്കപ്പെട്ടവനായിരിക്കും എന്ന് പ്രസംഗിക്കുകയുണ്ടായി. കൂടാതെ ചക്രവർത്തിയുടെ രാജശാസനം മൂലം ഭീതിയിലായവർക്ക് വിശുദ്ധൻ ധൈര്യം പകർന്നു കൊടുത്തു. ഇതേ തുടർന്ന് അനസ്താസിയൂസ് ചക്രവർത്തി വിശുദ്ധനെ നാടുകടത്തിയെങ്കിലും പിന്നീട് അനസ്താസിയൂസ് ചക്രവർത്തിയുടെ പിൻഗാമി വിശുദ്ധനെ തിരിച്ചു വിളിക്കുകയുണ്ടായി. 105-ാമത്തെ വയസ്സിൽ മരിച്ച വിശുദ്ധൻ്റെ അന്ത്യകർമ്മ സമയത്ത് നിരവധി അത്ഭുതങ്ങൾ സംഭവിച്ചതായി പറയപ്പെടുന്നു.